ഇറാന്റെ മിസൈൽ ശേഖരണ കേന്ദ്രങ്ങൾക്കും ലോഞ്ചറുകൾക്കുമെതിരായ പ്രതിരോധ ആക്രമണങ്ങൾക്കായി ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാനുള്ള അമേരിക്കയുടെ അഭ്യർത്ഥന രാജ്യം അംഗീകരിച്ചതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ വ്യക്തമാക്കുന്ന പശ്ചാത്തലം ഗൗരവതരമാണ്. മേഖലയിലുടനീളം ഇറാൻ മിസൈലുകൾ തൊടുക്കുന്നത് തടയുക എന്ന പരിമിതമായ പ്രതിരോധ ലക്ഷ്യത്തോടെ US താവളങ്ങൾ ഉപയോഗിക്കാം എന്ന ബ്രിട്ടൻ എക്സ് സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന പശ്ചാത്തലം പ്രധാനമാണ്. ഏതായാലും സംയുക്ത വ്യോമാക്രമണത്തിൽ പങ്കെടുത്തിട്ടില്ല, ഇനിയുള്ള ആക്രമണങ്ങളിൽ പങ്കുചേരില്ല എന്നും ബ്രിട്ടൻ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പല ഹോട്ടലുകളിലും മറ്റും ബ്രിട്ടീഷ് പൗരന്മാർ താമസിക്കുന്ന ഹോട്ടലുകളിലും വിമാനത്താവളങ്ങളിലും ഇറാൻ്റെ പ്രത്യാക്രമണങ്ങളുടെ ഭാഗമായുള്ള മിസൈലുകൾ പതിച്ചു. അത് പ്രതിഷേധത്തിൽ ഇടയാക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. നിലവിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലുണ്ട് ബ്രിട്ടീഷ് വിമാനങ്ങൾ, അത് അത്തരത്തിൽ തുടരും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ലോകരാജ്യങ്ങൾ പലതും അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന പശ്ചാത്തലം കൂടി പ്രധാനമാണ്. ഏതായാലും ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചു നൽകും എന്നുള്ള സൂചനകൾ പറയുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ബ്രിട്ടനും ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാത്തിരുന്ന് കാണണം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഏതായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. ബ്രിട്ടൻ്റെ പ്രതിരോധം എവിടെ വരെ, ഇറാൻ്റെ പ്രതിരോധം എവിടെ വരെ, ഇറാൻ്റെ ആക്രമണോത്സുകത എവിടെ വരെ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാത്തിരുന്ന് കാണണം എന്തൊക്കെയാണ് സംഭവിക്കുക. അജയ്, ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ വല്ലാത്ത തോതിലുള്ള ആശങ്കയും മറ്റും സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, UAE മറ്റും പ്രശ്നങ്ങൾ, ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും കാര്യമായി അവരെ ബാധിക്കുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾക്കിടയിലൂടെയാണ് വീണ്ടും യുദ്ധം തുടരും എന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനം വരുന്നത്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ 4 ആഴ്ചയോളം ചിലപ്പോൾ ഈ യുദ്ധം തുടർന്നേക്കാം എന്നുള്ള ട്രംപിൻ്റെ ഈ മുന്നറിയിപ്പ്, അത് തീർച്ചയായിട്ടും വലിയൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ആദ്യത്തെ 2 ദിവസം തന്നെ വളരെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളും വ്യാപകമായിട്ടുള്ള ഒരു ആൾനാശവും ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഇത് 4 ആഴ്ച നീണ്ടാൽ ഇനി ഗൾഫ് മേഖലയിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് പ്രവചനാതീതം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഈ ബെയ്ററ്റിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലെബനന്റെ തലസ്ഥാനമാണ് ബെയ്ററ്റ്. അപ്പോൾ അവിടെ ഈ അപ്രതീക്ഷിതമായുള്ള ഈ ഹെസ്ബുള്ളയുടെ ഇസ്രായേലിലോട്ടുള്ള ആക്രമണം, ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണം, ഇതെല്ലാം കാരണം ഈ ബെയ്ററ്റിലുള്ള ജനങ്ങൾ വളരെ ആശങ്കാജനകരായി അവിടെ നിന്ന് നഗരം വിട്ട് പുറത്തേക്ക് പോകാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വളരെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉൾപ്പെടെ അവിടെ നഗരത്തിന് ചുറ്റുമുള്ള മേഖലകളിൽ രൂപപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് ഹെസ്ബുള്ളയുടെ ഏതെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മുതിർന്ന അവരുടെ ആർമി ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുകയാണെങ്കിൽ ഈ സംഘർഷം അത് മറ്റൊരു ഫ്രണ്ടിൽ തുറക്കാതിരിക്കാനുള്ള കൂടുതൽ ഒരു മുന്നൊരുക്കങ്ങൾ, ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് അവർക്ക് അതിനെ കാണാൻ സാധിക്കും. പക്ഷേ അത് തന്നെയാണ് അവരുടെ ഒരു പ്രധാന ലക്ഷ്യം. അതായത് ഈ ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തി ഇപ്പോൾ പൊളിറ്റിക്കലായി ഇറാനെ തകർത്തതുപോലെ ഈ ഒരു ഹെസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൂടി മറ്റൊരു മുതിർന്ന നേതാവിനെ കൊലപ്പെടുത്തിക്കൊണ്ട് അവരെ ഒന്ന് തളർത്താൻ തന്നെയാണ് ഇസ്രായേൽ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ലെബനിലുള്ള ആക്രമണവും ഇവരുടെ പ്രത്യാക്രമണവും അതെല്ലാമാണ്. ഈ ലെബനന്റെ പ്രധാനമന്ത്രി ഈ വിഷയത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ കടുത്ത രീതിയിൽ തന്നെ ഇപ്പോൾ ഈ മേഖലയിലും സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് 7 രാജ്യങ്ങൾ സംയുക്തമായി ഇറാന്റെ ഈ പുതിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് US, ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് സംയുക്തമായിട്ടുള്ള ഒരു പ്രസ്താവന പുറത്തുവിട്ടത്. അതായത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഈ ഇറാൻ ആക്രമണത്തെ ശക്തമായി എതിർക്കുന്നു. ഇത് കൂടുതൽ സംഘർഷങ്ങൾ വ്യാപിക്കാനേ സഹായകരമാകുള്ളൂ. ഇത് ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്ന സ്ട്രൈക്കുകളല്ല എന്നാണ് ഈ രാജ്യങ്ങൾ സംയുക്തമായി പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം. നിലവിൽ ഇപ്പോൾ കടുത്ത രീതിയിൽ തന്നെ മേഖലയിൽ ഈ ഗൾഫ് രാജ്യങ്ങളും അതുപോലെ തന്നെ US ഇപ്പോൾ ഏതാണ്ട് ഒരു ചേരിയിൽ വരുന്നു എന്നതുകൂടിയാണ് ഈ ഒരു സംയുക്ത പ്രസ്താവന കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളും ഒപ്പം US ആണ് ഈ സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. ഇസ്രായേൽ ഇതിൻ്റെ ഭാഗമായിട്ടില്ല ഈ സംയുക്ത പ്രസ്താവനയുടെ. ഇസ്രായേൽ എന്നാലും പുറത്തു നിന്നുള്ളൊരു പിന്തുണ ഇസ്രായേലിന് ഇതിന് ഉണ്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇറാൻ ഏറ്റവും വലിയ ഒരു അക്കിടി പറ്റിയതും അവിടെ തന്നെയാണ്. അതായത് ഈ US ബേസുകളെ കേന്ദ്രീകരിച്ച്
ഈ ഇസ്രായേലും US സംയുക്തമായി ഇറാനിൽ നടത്തിയ ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണമായി US ബേസുകളെ ലക്ഷ്യമിടുമ്പോൾ ഗൾഫ് രാജ്യങ്ങളും തങ്ങൾക്ക് പിന്തുണ നൽകും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒമാനിൽ ആക്രമണം നടത്തിയിട്ടും ഒമാൻ സ്വീകരിക്കുന്ന ഒരു ന്യൂട്രൽ സ്റ്റാൻഡുണ്ട്. അതുപോലൊരു സ്റ്റാൻഡ് മറ്റ് ഗൾഫ് രാജ്യങ്ങളും സ്വീകരിക്കും എന്നായിരുന്നു ഇറാൻ പ്രധാനമായിട്ടും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ഇറാനെതിരെ തിരിയുന്ന ഒരവസ്ഥയാണുള്ളത്. ഇപ്പോൾ US ഇവർക്ക് പിന്തുണയുമായി ഒപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കടുത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ലെബനൻ്റെ തെക്ക് ഭാഗത്തുള്ള 3 നഗരങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചു എന്നാണ്. അതായത് ഈ ഹെസ്ബുള്ള ആക്രമണത്തിന് എതിരെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഈ ലെബനൻ്റെ തെക്ക് ഭാഗത്തുള്ള 3 നഗരങ്ങൾക്ക് ഇപ്പോൾ നഗരങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഹാരിസ്, അതുപോലെ തന്നെ നബറ്റിഹെ, അതുപോലെ അൽ ഫവാക്ക തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ ആക്രമണം നടന്നത് എന്നാണ് നിലവിൽ അറിയുന്നത്. ഈ മെഫ്ഡൗൺ എന്ന് പറയുന്ന നഗരത്തിലും നിലവിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ബെയ്റൂട്ട് എന്ന് പറയുന്ന തലസ്ഥാനത്തിൽ മാത്രമല്ല മറ്റ് തെക്കൻ ഭാഗത്തുള്ള നഗരങ്ങളിലും ഇപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഈ ഹെസ്ബുള്ള റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനകത്ത് ആക്രമണം നടത്തിയതിൻ്റെ ഒരു പ്രത്യാക്രമണമായിട്ടാണ് ഇസ്രായേൽ നിലവിൽ സംഘർഷം നടത്തുന്നത്. ഹൈഫയിലുള്ള ഒരു മിലിറ്ററി ബേസിലേക്കാണ് നേരത്തെ ഹെസ്ബുള്ള ആക്രമണം നടത്തിയത്. അതിൻ്റെ ഒരു പ്രത്യാക്രമണം തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ കൂടുതൽ ഈ മേഖലയെ കേന്ദ്രീകരിച്ച് ഇവർ ഇനി അങ്ങോട്ട് ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് പ്രത്യാക്രമണമായിട്ട് ഹെസ്ബുള്ള കൂടി തിരിയുകയാണെങ്കിൽ ഈ യുദ്ധമുഖത്ത് മറ്റൊരു ഫ്രണ്ട് കൂടി തുറക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അതാണ് സാഹചര്യം. ഹിസ്ബുള്ളയുടെ ആക്രമണവും പ്രധാനമാണ്. ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നു. ലെബനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങൾ സംഭവിക്കുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയും ചില നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടെ പാകിസ്ഥാനിൽ ഇറാൻ അനുകൂല പ്രതിഷേധ പ്രകടനത്തിന് നേരെ ആക്രമണമുണ്ടായി എന്ന വിവരമുണ്ട്. 7 പേർ കൊല്ലപ്പെട്ടു. കറാച്ചിയിൽ അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിവെപ്പിൽ 10 പേർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നിർണായകമായ ഒന്നാണ്. അത് പാകിസ്ഥാനിൽ തുടർച്ചയായ പ്രക്ഷോഭങ്ങൾ. നമുക്കറിയാം ഷിയ വിഭാഗത്തിൻ്റെ നേതാവാണ് കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖുമേനി. 10-20 കോടിയോളം ഷിയ വിഭാഗക്കാർ ലോകത്ത് ഉടനീളമുണ്ട്. അവരിൽ വലിയൊരു പങ്ക് പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധം സ്വാഭാവികമാണ്. ഇന്നലെ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ സമയം മുതൽ തന്നെ അവിടെ വലിയ പ്രക്ഷോഭങ്ങളുണ്ട്. ഇതിനിടയിലാണ് അവർ പാകിസ്ഥാനിലെ US-ൻ്റെ എംബസി ആക്രമിച്ചത്. ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കുകയും തകർക്കുകയും മറ്റും ചെയ്തു. അതിന് നേരെ സുരക്ഷാ സേനയും മറ്റും വെടിയുതിർത്തു. അതിലാണ് ഇന്നലെ 10 പേർ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് 7 പേർ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ സംഘർഷഭരിതമാണ് പാകിസ്ഥാൻ എന്നുള്ളത് ഏറെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ലോകമെമ്പാടും സംഭവിക്കുന്നു അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അജയ് തുടരുന്നുണ്ട്. അജയ്, പാകിസ്ഥാനിലും ഈ പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അല്ലേ? അതെ, അവിടെ കടുത്ത രീതിയിലുള്ള ഒരു സംഘർഷം തന്നെയാണ് ഇപ്പോഴുള്ളത്. 200-ലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 22 മരണമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പലരും വെടിയേറ്റ് ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകളും അവിടെ കാണുന്നുണ്ട്. പ്രധാനമായിട്ടും അവിടെ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇന്നലെ ആദ്യം കറാച്ചിയിലുള്ള ഒരു ആക്രമണമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നീട് ഇത് ഇസ്ലാമാബാദിലും അതുപോലെ തന്നെ ഗിൽജിത്, ബാലിസ്ഥാൻ തുടങ്ങിയിട്ട് പല പ്രദേശങ്ങളിലും വ്യാപിക്കുകയായിരുന്നു. ഇസ്ലാമാബാദിൽ 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. കറാച്ചിയിൽ എന്നാൽ 10 പേരാണ് മരിച്ചത്. ഗിൽജിത് ബാലിസ്ഥാനിലും 10 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പലർക്കും ഇപ്പോൾ കറാച്ചിയിൽ ഇതിനോടകം തന്നെ പല ആളുകളും ഇപ്പോൾ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം അവിടെ ആദ്യം തന്നെ ഈ ഷിയ ഗ്രൂപ്പുകളുടെ പ്രതിഷേധം ഇന്നലെ പുലർച്ചെ തന്നെ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തു. ഇത് കാരണം റോഡുകൾ അടച്ച് ശക്തമായ സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തി ഇത് തടയാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇത് കൈവിട്ടു പോവുകയായിരുന്നു. പിന്നീട് ഈ സംഘർഷം അത് കൂടുതൽ വ്യാപിച്ച് അകത്തേക്ക് ആക്രമണകാരികൾ കടന്നു കയറുകയും അവിടെ ചില്ലുകൾ തകർക്കുകയും ഇതിനകത്ത് തീയിടുകയുമായിരുന്നു. അങ്ങനെയാണ് ഈ പോലീസ് സേനയ്ക്ക് ഇവർക്ക് നേരെ വെടിയുതിർക്കേണ്ടി വന്നത്. അങ്ങനെയാണ് ഈ 10 പേർ കൊല്ലപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ എത്തിച്ചേർന്നത്. എന്തായാലും ഒരു കടുത്ത രീതിയിൽ തന്നെ അവിടെ ഇപ്പോഴും ഒരു സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്
എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും സംഘർഷം പൊട്ടിപ്പുറപ്പെടാം. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ലെബനൻ്റെ തെക്കൻ ഭാഗത്തുള്ള പല ഗ്രാമങ്ങളിൽ നിന്നും അവിടെ ഗ്രാമവാസികളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകണം എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഇസ്രായേൽ ആർമിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു നിർദ്ദേശം വന്നിട്ടുള്ളത്. സദേൺ മേഖലയിലുള്ള ലെബനീസ് വില്ലേജുകളും അതുപോലെ തന്നെ ഒരു ടൗണും ഉൾപ്പെടെയാണ് ഇപ്പോൾ നിലവിൽ ഒഴിപ്പിക്കണം എന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മേഖലയിൽ ഇപ്പോൾ കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കി എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അതായത് 410 വിമാനങ്ങൾ ഇപ്പോൾ റദ്ദ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മൊത്തം ഫെബ്രുവരി 28 മുതലുള്ള കണക്കാണത്. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഡൽഹി എയർപോർട്ടിൽ നിന്നുള്ള കണക്കാണത്. ഈ 410 വിമാനങ്ങൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഫെബ്രുവരി 28 മുതൽ നിലവിൽ റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാർച്ച് 1-ന് 350 വിമാനങ്ങളും അതുപോലെ തന്നെ മാർച്ച് 2-ാം തീയതി 300 വിമാനങ്ങളും റദ്ദാക്കി എന്നതാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള ഒരു ആവറേജ് കണക്കെന്ന് പറയുന്നത്. ഇതുപോലെ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും അതുപോലെ തിരുവനന്തപുരത്ത് നിന്നും ഉൾപ്പെടെ നിരവധി വിമാനങ്ങൾ ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. പല ലൊക്കേഷൻസും ഇപ്പോൾ അഫക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഈ യൂറോപ്പ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയതായിട്ട് കഴിഞ്ഞ ദിവസം പല വിമാന കമ്പനികളും അറിയിച്ചിരുന്നു. അതായത് ഈ മേഖലയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. യൂറോപ്പിലെ ഇപ്പോൾ ലണ്ടൻ, അതുപോലെ തന്നെ സ്യൂറിച്ച്, ഫ്രാങ്ക്ഫർട്ട്, അതുപോലെ അങ്ങനെ മിലാൻ, വിയന്ന തുടങ്ങി പല സ്ഥലങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും നിലവിൽ റദ്ദ് ചെയ്ത കൂട്ടത്തിലുണ്ട്. പല വിമാന കമ്പനികളും അങ്ങനെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ഈ സംഘർഷം ഒന്ന് അയഞ്ഞതിന് ശേഷം ഇവിടങ്ങളിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കാം എന്നതാണ് അവരുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇറാഖിലുള്ള US എംബസിക്ക് നേരെയും കടുത്ത പ്രതിഷേധമുണ്ട്. അവിടെ ഈ പ്രതിഷേധക്കാരും അതുപോലെ ഇറാഖിലെ സുരക്ഷാ സേനയും തമ്മിൽ സംഘർഷവും ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനിൽ മാത്രമല്ല ഇറാഖിലും കടുത്ത രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ US എംബസികൾക്കും ഈ നയതന്ത്ര ഓഫീസുകൾക്ക് നേരെ തുടരുകയാണ്. ഈ പാകിസ്ഥാനിൽ നിന്ന് അറിയാൻ സാധിച്ച മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അവിടെ US എംബസിക്ക് നേരെ മാത്രമല്ല UN ആസ്ഥാനത്തിന് നേരെയും പ്രതിഷേധം കടുത്ത രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇതുപോലെ ഈ ഇസ്രായേലിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. ഈ ഹെസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള പല ലെബനീസ് നഗരങ്ങളിലും അതുപോലെ തന്നെ പല ഗ്രാമങ്ങളിലും ഇവിടങ്ങളിലേക്ക് ഉൾപ്പെടെ ആളുകളെ ഒഴിഞ്ഞു പോകാൻ പറയുമ്പോൾ ഇപ്പോൾ നടത്തിയിട്ടുള്ള ആക്രമണം മാത്രമല്ല കൂടുതൽ മേഖലകളിലേക്ക് ഈ സംഘർഷം അത് ഇസ്രായേൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതാണ് സാഹചര്യം. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലും നാശനഷ്ടമുണ്ടാകുന്നു, പാകിസ്ഥാനിൽ സംഘർഷമുണ്ടാകുന്നു, ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും ബോംബാക്രമണം, മിസൈൽ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്തെമ്പാടും സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ, ഈ യുദ്ധങ്ങൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.